السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അവർക്ക് നീ മാറ്റി റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിനെ ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർത്ത് വച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്. അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് നീ അടങ്ങേറുകൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് നീ മുസീബത്തുകൾ കൊടുക്കില്ല തമ്പുരാനെ. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാഹ്. അവരെ നീ കൊയക്കല്ല അല്ലാഹ്, അവരെ നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കില്ല അല്ലാഹ്, അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് സമാഗതമായി വരുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസമാണ്. നമ്മളിലേക്ക് സമാഗതമായി വരുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസമാണ്. റജബ് കഴിഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം, അത് കഴിഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട റമളാൻ മാസം. വിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ മുന്നോടിയായിട്ടുള്ള മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. നമ്മളെല്ലാവരും ചിന്തിക്കുകയാണ്, എപ്പോഴാണ് റമളാൻ കഴിഞ്ഞത്? കഴിഞ്ഞ റമളാൻ എന്നാണ് കഴിഞ്ഞത്? എത്ര പെട്ടെന്നാണ് അടുത്ത റമളാൻ നമ്മളിലേക്ക് വരുന്നത്. അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ കൂടാനും അമാലുകൾ ചെയ്യാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. വിശുദ്ധമാക്കപ്പെട്ട റജബാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം, റജബെങ്ങാനും കടന്നു വരുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറയും, സ്വഹാബ നിങ്ങൾ അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിൽ ഒരുങ്ങണേ. റജബ് മാസം വരുന്ന സമയത്ത് സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് പറയും, സ്വഹാബ നിങ്ങൾ അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിൽ ഒരുങ്ങണേ. ഇബാദത്തിൽ ഒരുങ്ങാൻ റമളാനിലേക്ക് മുന്നോടിയായിട്ടുള്ള, റമളാനിനെ സ്വാഗതം ചെയ്യുന്ന മാസമാണ് റജബും ശഅബാനും. ആ മാസങ്ങളിൽ റമളാനിലേക്കുള്ള മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇബാദത്തുമായി മറ്റുള്ള മാസത്തിൽ ഇബാദത്ത് വേണ്ട എന്നുള്ളതിന്റെ അർത്ഥം, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ വരുന്ന സമയത്ത് റജബിൽ നിങ്ങൾ ഇബാദത്തുമായി മുഴുകണേ. റജബിൽ എല്ലാ സമയത്തും ഇബാദത്തുമായി മുഴുകിക്കഴിഞ്ഞാൽ വിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ നമ്മൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ റമളാനാണ് നമ്മളിലേക്ക് വരുന്നത്, അതങ്ങ് സ്ഥിരമാകും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ മാസത്തിൽ, ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ എന്തെല്ലാം പവിത്രമായ ദിക്റുകളാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ ചൊല്ലേണ്ടത് തങ്ങളെന്ന് ചോദിക്കുന്നവരുണ്ട്, അന്വേഷിക്കുന്നവരുണ്ട്.
ചെല്ലേണ്ട ദിക്ർ ഏതൊക്കെയാണ്? ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവാൻ, എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ, ഭർത്താവിൻ്റെ സാലറിയിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, അവരെ ജോലിയിൽ ബർക്കത്തും റഹ്മത്തും ഉണ്ടാവാൻ, മക്കളെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ, മകൻക്ക് നല്ല റാഹത്തായ ജോലി ലഭിക്കാൻ, ഭർത്താവിന് നല്ല റാഹത്തായ ജോലി ലഭിക്കാൻ, എൻ്റെ വീട് പണി പൂർത്തിയാവാൻ. തങ്ങളെ ഒരു വീടിന് ആഗ്രഹമുണ്ട്, സ്ഥലവുമില്ല, ആഗ്രഹം മാത്രമാണ്. അല്ലാഹുവേ നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ, നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. ധാരാളം ആളുകൾ വലിയ വലിയ ആഗ്രഹങ്ങൾ, വലിയ വലിയ മുറാദുകൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. അല്ലാഹുവേ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ, നീ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ഏറ്റി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ, ഈ മാസത്തിൽ നമ്മൾ പതിവാക്കേണ്ട ദായിമാക്കേണ്ട ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം അല്ലാഹ് ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാൻ. ഇന്നെങ്ങാനും മാസം കണ്ടു കഴിഞ്ഞാൽ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നാളെ ഒന്നാണ്. ഈ രാവിലെ ഞങ്ങൾ ഇന്നത്തെ രാവിലെ ഞങ്ങൾ എന്തൊക്കെയാണ് ദിക്ർ പതിവാക്കേണ്ടത്, ഞങ്ങൾ ചൊല്ലേണ്ട ദിക്ർ, ആദ്യത്തെ 10 ഞങ്ങൾ ചൊല്ലേണ്ട ദിക്ർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മഹത്താക്കപ്പെട്ട ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും അമാലുകളെയും പുണ്യമാക്കപ്പെട്ട മാസത്തിൽ അമലുകൾ അധികരിപ്പിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞതുപോലെ നിങ്ങൾ അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിൽ ഒരുങ്ങുക. ഈ സയ്യിദിയും കുടുംബത്തിനോടും എനിക്കതാണ് പറയാനുള്ളത്. പവിത്രമാക്കപ്പെട്ട റമളാൻ മാസമാണ്, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അമാലുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കണേ. നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. നിങ്ങൾ അമലുകൾ ചെയ്യുക, ഓരോരോ അമലുകൾ ഇൻഷാ അല്ലാഹ് ചെയ്യുക. നിങ്ങൾ അരയും തലയും മുറുക്കി നിങ്ങൾ ഇബാദത്തിലേക്ക് മുന്നിട്ട് വരിക. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു ഇതോടുകൂടി അല്ലാഹു നമുക്ക് മാറ്റി റാഹത്ത് നമുക്ക് പ്രദാനം ചെയ്യണം. നമ്മളെ പ്രയാസങ്ങൾ ഈ പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഈ സയ്യിദിയ മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾക്കൊരു പരിഹാരമാക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അവരെ അനുഭവിക്കുന്ന ഓരോരോ പ്രയാസങ്ങൾ നീ മാറ്റി അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു റാഹത്തായ ഒരു ത്വരീക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്, നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തെ പറ്റി പറഞ്ഞത്, ഈ 3 മാസങ്ങളെ പറ്റി പറഞ്ഞത് മഹാനായ അബൂബക്കറുൽ വറാഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞത് 3 മാസമുണ്ട്. അത് ഒന്നാമത്തെ മാസം റജബാണ്, രണ്ടാമത്തെ മാസം ശഅബാൻ, മൂന്നാമത്തെ മാസം വിശുദ്ധമാക്കപ്പെട്ട റമളാൻ. എന്നിട്ട് മഹാനായ അബൂബക്കറുൽ വറാഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞത് ഷഹ്റു റജബ് മാസം. ആ റജബ് മാസത്തിനെ പറ്റി മഹാനവറുകൾ പറയാണ്, റജബ് മാസം അത് കൃഷി ചെയ്യാനുള്ള മാസമാണ്. റജബ് മാസം അത് കൃഷി ചെയ്യാനുള്ള മാസമാണെന്ന് മഹാനായ അബൂബക്കറുൽ വറാഖുൽ ബൽഖി തങ്ങൾ പറയാണ്. റജബ് ഷഹ്റു റജബ്, ആ റജബ് മാസം അത് കൃഷി ചെയ്യാനുള്ള മാസമാണ്. വീണ്ടും പറയാണ് ശഅബാൻ മാസം അത് കൃഷിയെ നനക്കുന്ന മാസമാണ്, വെള്ളമൊഴിക്കേണ്ട മാസമാണ്. ഏത് ശഅബാൻ മാസം. റജബ് മാസം കൃഷി ചെയ്യുന്ന മാസമാണ്, വിത്തിറക്കുന്ന മാസമാണ്. ആ ശഅബാൻ മാസം ആ വിത്തിനെ നനക്കുന്ന മാസമാണ്, ആ കൃഷിയെ നനക്കുന്ന മാസമാണ്.
റമളാൻ മാസം ഷഹ്റു അസ്വാദിസ് സറഅ, അത് വിളവെടുക്കുന്ന മാസമാണ്. റമളാൻ മാസം അത് വിളയെടുക്കുന്ന മാസമാണ്. അങ്ങനെയാണ് മഹാനായ അബൂബക്കറുൽ വറാഖുൽ ബൽഖീൻ തങ്ങൾ പറഞ്ഞത്, റജബ് ഷഹ്റു റജബ്, ആ റജബ് മാസം അത് കൃഷി ചെയ്യുന്ന മാസമാണ്. ഷഹ്റു ശഅബാൻ, ശഅബാൻ മാസം അതിനെ നനക്കുന്ന മാസമാണ്. റമളാൻ മാസം അത് വിളവെടുക്കുന്ന മാസമാണ്. അങ്ങനെയുള്ള ഈ മാസത്തിൽ നമ്മളിലേക്ക് വരുന്ന റജബ് മാസത്തിൽ നമ്മൾ കൃഷിയെ ഒരുക്കുന്ന മാസമാണ്. എല്ലാം കൊണ്ട് നമ്മൾ ഒരുക്കുന്ന മാസമാണ്. ശഅബാനാകട്ടെ അതിങ്ങനെ നനച്ചു കൊടുക്കുന്ന മാസമാണ്. റമളാൻ അതിൽ നിന്ന് ഫലങ്ങൾ എടുക്കുന്ന മാസമാണ്. അതുകൊണ്ട് ഈ റജബിൽ നമ്മൾ അരയും തലയും മുറുക്കി ഇബാദത്തിലേക്ക് ഒരുങ്ങണം. കൃഷി ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ റമളാനിനെ വരവേൽക്കുന്ന ഈ 2 മാസങ്ങൾ നമ്മൾ ഇബാദത്തിലായി നീളം ഇബാദത്തിലായി നമ്മൾ മാറ്റിവെക്കണം. നമ്മളെ സമയങ്ങളെ മാറ്റിവെക്കണം. പുതുവത്സരമാണ് നമ്മളിലേക്ക് വന്നത്. ഇംഗ്ലീഷ് മാസത്തിൽ ഇന്ന് 1-ാം തീയതിയാണ് പുതുവത്സരം. ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടത് ആഘോഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും പിറകെയല്ല നമ്മൾ പോകേണ്ടത്. ഒരു മുഅ്മിനായ ഒരാൾ ചിന്തിക്കേണ്ടത് ഒരു ആയുസ്സിൽ എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷമാണ് എന്നിൽ നിന്ന് കടന്നു നീങ്ങിയത്. ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഓരോരോ മാസങ്ങൾ വരുന്ന സമയത്ത് പുതുവത്സരം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതിലേക്കൊന്നും ചർച്ച നമ്മൾ പോകുന്നില്ല. സന്ദർഭോചിതമായിട്ടൊന്ന് പറഞ്ഞത് മാത്രം, അതൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഓരോരോ മാസം നമ്മൾ കഴിഞ്ഞ പോകുന്ന സമയത്ത് ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത് ആയുസ്സിൽ നിന്ന് ഒരു വർഷമാണ് എന്നിൽ നിന്ന് കടന്നുപോയത്. ജനുവരി വരുമ്പോൾ ഒരു വർഷം എന്നിൽ നിന്ന് കടന്നുപോയി. 20-30 വയസ്സുള്ളവന് 31 വയസ്സായി, 40 വയസ്സുള്ളവന് 41ആയി, 50 വയസ്സുള്ളവൻ 51ആയി. ഇനി എത്ര കാലം എനിക്കുണ്ട്? ഇനി എൻ്റെ ആയുസ്സിൽ എത്ര കാലമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായി. ഇനി എത്ര ദിവസമുണ്ട്? ഇനി എത്ര മണിക്കൂറുകളുണ്ട്? ഇനി എത്ര മിനിറ്റുകളുണ്ട്? ഇനി എത്ര സെക്കൻഡ് ഉണ്ട്? അവിടെ എത്തി റൂഹുൽ മൗത്ത് അസ്റാഹീൽ അലൈഹിസ്സലാം എത്തും. ഓരോരോ നമുക്ക് ഞാൻ മുന്നേ എപ്പോഴും പറയുന്നത് പോലെ ഈ കത്തുന്ന ബൾബിന് ഗ്യാരണ്ടി ഉണ്ട്, ലൈറ്റിന് ഗ്യാരണ്ടി ഉണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ വസ്തുവിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഉള്ള ആയുസ്സിൽ ഉള്ള സമയങ്ങളിൽ ഇനി വരുന്നത് അടുത്ത കൊല്ലത്തെ റമദാനിൽ ഞാനും നിങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് മുത്തുമുഖ്മിനീങ്ങളിൽ ഇല്ല. അല്ലാഹുവേ, ഇതൊരു ഒടുക്കത്തെ റമദാനാക്കി ഞങ്ങൾ നിന്നെ മാറ്റല്ലേ അല്ലാഹ്. ഇനിയും റമദാനുകളെ വരവേൽക്കാനും ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഓരോരുത്തരും ഇപ്പം റമദാനിലേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോരോ അമലുകൾ ഞാൻ ചെയ്ത് പൂർത്തിയാക്കും. ഇത്ര ഖത്തമുൽ ഖുർആൻ ഓതി ഞാൻ പൂർത്തിയാക്കും എന്നെല്ലാം ഓരോരുത്തർ ഇന്ന് ഈ മജ്ലിസിൽ വെച്ച് നിങ്ങൾ നിയ്യത്ത് ചെയ്യാം, മനസ്സിൽ നിയ്യത്ത് ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം മഹാന്മാര് പറഞ്ഞത്, ഈ റജബ് മാസത്തിനെ പറ്റി പറഞ്ഞത്, ഇത് വിത്തിടുന്ന മാസമാണ്, കൃഷി ഉണ്ടാക്കുന്ന മാസമാണ് ഈ മാസം. അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ദിക്റുകൾ, ഓതേണ്ട സൂറത്ത്, ഈ രാവിൽ നമ്മൾ ചെല്ലേണ്ട ദിക്ർ ഏതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്നത്. ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്? ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഇത് വലിയ ഉപകാരമുണ്ട്. വിളിച്ച് ചോദിക്കുന്നവർ, വിളിച്ച് അന്വേഷിക്കുന്ന പറയുന്നതാണ്. തങ്ങളെ ഇത് മജ്ലിസിൽ പറയുന്നത് വലിയ ഉപകാരമുണ്ട്. കാരണം
ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ വിദേശത്തോ മറ്റുള്ള സ്ഥലങ്ങളിലോ പോയിട്ടുണ്ടാകും, ദൂരെന്ന് വരുന്നതല്ലേ. അപ്പൊ ഇനി വിളിക്കണ്ടല്ലോ, അടുത്ത ശനിയാഴ്ച ഉണ്ടല്ലോ, ഉറപ്പിച്ച് ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വരാലോ എന്ന് ചിന്തിച്ചിട്ടാണ്. ഞങ്ങളെ ഇത് വലിയൊരു ഉപകാരമാണെന്ന് പറയുന്ന ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നാണ് മജ്ലിസിലേക്ക് വരുന്നത്. അല്ലാഹുവേ, അവരെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ സങ്കട കണ്ണീരുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരെ പൈശാചികമായ ഉപദ്രവങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഇവിടുത്തെ ചികിത്സാ രീതി കൊണ്ട്, ഇവിടുത്തെ കൺസൾട്ടിങ് രീതി കൊണ്ട് ധാരാളം ആളുകൾക്ക് വലിയ ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാഹു. അവരെ പ്രയാസങ്ങൾ, ഒരാളെ പ്രയാസം വന്ന് നീങ്ങി അൽഹംദുലില്ലാ അവർ പറഞ്ഞ് തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ കാര്യം റെഡി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവർ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥന, അവർ പൊട്ടിക്കരഞ്ഞിട്ടുള്ള പ്രാർത്ഥന, അതിൻ്റെ ഒരു മിസ്ൽ സവാബ് എനിക്കും കൂടിയാണ്, അതിൻ്റെ സവാബ് എനിക്കും കൂടി, അതിൻ്റെ കൂലി, അതിൻ്റെ പ്രതിഫലം എൻ്റെ അക്കൗണ്ടിക്കും കൂടിയാണ് അല്ലാഹു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ധാരാളം ആളുകളാണ് ഈ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ തടിച്ചു കൂടുന്നത്. ഇൻഷാ അല്ലാഹ് ഈ കൺസൾട്ടിങ്ങിൽ അത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഞങ്ങൾ ഓതേണ്ട സൂറത്ത് കേട്ടോ, അറിയാത്തവർ കേട്ടോ. ഓതേണ്ട സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ, പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾക്ക് വലിയ സംരക്ഷണമേകാൻ, കടങ്ങൾ വീടാൻ, ഭർത്താവിൻ്റെ ജോലി റെഡിയാവാൻ, മകന്റെ ജോലി റെഡിയാവാൻ, ഭർത്താവിൻ്റെ ദുശീലങ്ങൾ മാറാൻ, മക്കള് സ്വാലിഹീങ്ങളാവാൻ, എല്ലാ മുറാദുകളും മനസ്സിൽ കരുതിക്കൊണ്ട് ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമ്മൾ ഈ പറയുന്ന സൂറത്തുകൾ, ഈ പറഞ്ഞ ദിക്റുകൾ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അതിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ആ ദുആനെ സ്വീകരിക്കും. അതല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, റജബുൻ ഷഹറുല്ലാഹ്, ശഅബാനു ഷഹ്രി, റമളാനു ഷഹ്റു ഉമ്മത്തി. റജബുൻ ഷഹറുല്ലാഹ്, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണോ, അല്ലാഹുവിന്റെ മാസമാണ്. ആ മാസത്തിൽ ഈ സൂറത്ത് ഓതി, ഈ ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കരങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നീറുന്ന പ്രയാസങ്ങൾ, നീറുന്ന വേവലാതികൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകൂലേ? അല്ലാഹു നൽകും, അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ പ്രയാസങ്ങൾക്ക് ഇത് പടച്ച തമ്പുരാന്റെ മാസമാണ്, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോ, എത്രയും ചോദിച്ചോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചോ, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചോ. അല്ലാഹു നിങ്ങളെ തേട്ടം അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ഇനി സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് റജബിന്റെ ആദ്യ രാവുകളിൽ സൂറത്തുൽ മുൽക്കിനെ നിങ്ങൾ പാരായണം ചെയ്യാം. എല്ലാവരും ഓതുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഈ സ്ക്രീനിൽ കാണുന്ന ഈ സൂറത്ത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ റജബ് മാസത്തിലെ, ഈ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്യാം. റജബ് ഇൻഷാ അല്ലാഹ് പിറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ രാവുകളിൽ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യാം. പിന്നെയോ ഓതേണ്ട സൂറത്തുൽ മുൽക്ക് മാത്രമല്ല, റജബിലെ എല്ലാ ദിവസങ്ങളിലും ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണേ. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണേ. മുൽക്ക് ഓതാൻ അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യം റജബിലെ എല്ലാ രാത്രികളിലും, എല്ലാ രാവുകളിലും ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണേ. ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്യാം ഒരു 100 പ്രാവശ്യം. എന്നിട്ട് നിങ്ങളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്
നിങ്ങളെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടില്ലേ, അത് പറഞ്ഞ് നീ ദുആ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ രണ്ട് സൂറത്ത് ഏതൊക്കെയാണ്? സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഇഖ്ലാസ്. എത്ര വട്ടം? സൂറത്തുൽ ഇഖ്ലാസ് ഒരു 100 പ്രാവശ്യം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 100 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യും. സൂറത്തുൽ മുൽക്കിനെ ഒരു പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യും. ഇതാണ് ഓതേണ്ട സൂറത്ത്. റജബ് മാസം എങ്ങാനും കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ദുആ നിങ്ങൾ അധികരിപ്പിക്കണേ. അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വശഅബാൻ വബല്ലിഅനാ റമളാൻ. ഇൻഷാഅല്ലാഹ് ഈ ദുആഇനെ നിങ്ങൾ ഇൻഷാഅല്ലാഹ് ധാരാളമായിട്ട് അധികരിപ്പിക്കുക. നിസ്കാര 5 വക്ത് ഫർള് നിസ്കാരങ്ങളുടെ ശേഷവും എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും ഇൻഷാഅല്ലാഹ് നിങ്ങൾ അധികരിപ്പിക്കുക. ഈ ദുആയെ നിങ്ങൾ ഇൻഷാഅല്ലാഹ് എപ്പോഴും അധികരിപ്പിക്കുക. ഒന്നും കൂടി കേട്ടോ, ഒന്നും കൂടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഅനാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. ഫീ റജബ വശഅബാൻ, റജബിലും ശഅബാനിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. വബല്ലിഅനാ, ഞങ്ങൾ നീ എത്തിക്കണേ. റമളാനിലേക്ക് ഞങ്ങൾക്ക് നീ എത്തിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുആഇനെ ഈ മാസത്തിൽ നിങ്ങൾ ഇൻഷാഅല്ലാഹ് നിങ്ങൾ ഇങ്ങനെ പതിവാക്ക. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതേണ്ട ചൊല്ലേണ്ട ദുആ ഇതാണ്. ഓതേണ്ട സൂറത്ത് സൂറത്തുൽ മുൽക്കും ഇഖ്ലാസും. ചൊല്ലേണ്ട ദുആ ഏതാണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഅനാ റമളാൻ. ഇൻഷാഅല്ലാഹ് ഈ ദുആയെ നിങ്ങൾ കൊണ്ടുവരാം. വഫിഖ്നാ ഫീ ഹിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അതിലേക്ക് ഇൻഷാഅല്ലാഹ് നിങ്ങൾക്ക് ചേർത്ത് ദുആ ചെയ്യാം. എന്തൊക്കെയാണ്? എങ്ങനെ ദുആ ചെയ്യാം പൂർണ്ണമായിട്ട്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഅനാ റമളാൻ വഫിഖ്നാ ഫീ الصيام والقيام وتلاوة القرآن. അങ്ങനെയും ഇൻഷാഅല്ലാഹ് നിങ്ങൾക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഇത്രയും കാര്യമാണ് ഇൻഷാഅല്ലാഹ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി ഇൻഷാഅല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. നീണ്ട ചർച്ചകൾ അടുത്ത മജ്‌ലിസിലൊക്കെ ഇൻഷാഅല്ലാഹ് ചെയ്യാം. ഇനി ചൊല്ലേണ്ട ദിക്റുകൾ ആദ്യത്തെ 10 ചൊല്ലേണ്ട ദിക്റൊക്കെ അടുത്ത മജ്‌ലിസിൽ ഇൻഷാഅല്ലാഹ് നമുക്ക് ഉൾപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഈ കാര്യങ്ങളാണ് ഇൻഷാഅല്ലാഹ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഇൻഷാഅല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ട റജബ് മാസം പിറ കണ്ടു കഴിഞ്ഞാൽ ഇൻഷാഅല്ലാഹ് നിങ്ങൾ പതിവാക്കേണ്ടത് സൂറത്തുൽ മുൽക്ക് ഇൻഷാഅല്ലാഹ് പാരായണം ചെയ്യാം. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 100 പ്രാവശ്യം. പിന്നീട് എപ്പോഴും അധികരിപ്പിക്കേണ്ട ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഅനാ റമളാൻ വഫിഖ്നാ ഫീ ഹിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഇൻഷാഅല്ലാഹ് ഈ ദുആഇനെ ഇൻഷാഅല്ലാഹ് നിങ്ങൾ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹ് ഞങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഈ കാര്യങ്ങൾ ഇൻഷാഅല്ലാഹ് ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ തീരുമാനിച്ചു. ഇൻഷാഅല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്തു പുഞ്ചിരി തൂക്കി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ
ഹാസിലാക്കി നൽകണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. ഉസ്താദേ തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, അവരെ കൊയക്കല്ലേ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. ധാരാളം മുറാദുകൾ ഉള്ളവരുണ്ട് അല്ലാ. തങ്ങളെ ദുആ ചെയ്യണേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയവരുണ്ട്, വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്, വാട്സപ്പിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, അവരെ മുറാദുകളെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ, ഈ മാസത്തിൽ അല്ലാ ഞങ്ങൾക്ക് നീ അമാലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലും പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലും അമലുകൾ ചെയ്യാൻ കൂടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ആ വിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ അമലുകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇതൊരു ഒടുക്കത്തെ റമളാനാക്കി ഞങ്ങൾ നീ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ അല്ലാ. ഇനിയും റമളാനിൽ പങ്കെടുക്കാനും അമാലുകൾ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങൾക്ക് നീ ഒരു അറുതി നൽകണേ അല്ലാ, നീ ഒരു അറുതി നൽകണേ അല്ലാ. നീറുന്ന പ്രയാസങ്ങളുള്ളവര്, പ്രതിസന്ധികളുള്ളവര് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, പൈശാചികമായ ഉപദ്രവങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്രീങ്ങളെ മക്കറിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്തനയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ, സതിയന്മാരെ ചതിയെ തൊട്ട് കാത്തു സംരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാ, നീ വിജയം നൽകണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നീ പെടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ധാരാളം ആളുകൾ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ലേ അല്ലാ, അവരെ നീ തളർത്തല്ലേ അല്ലാ, അവർക്ക് നീ ഒരു കാവലേഖണേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവല് അവരെ ജീവിതത്തിൽ നൽകണേ അല്ലാ, അവരെ സക്കനാത്ത് ഹറക്കാത്ത് അഫാലുകളിൽ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അവരെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ, നീ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. മക്കളെ റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ദീനിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾക്ക് ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ ശരീരത്തെ കീറി
കീറി മുറിക്കുന്ന ഓപ്പറേഷനുകൾ, സിസേറിയൻ പോലുള്ള ഓപ്പറേഷനുകൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഭക്ഷണത്തിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കടുത്തല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. റഹ്മുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന ആരുടെ മയ്യത്തിനും അത്തരം അവസ്ഥയിൽ നീ ആക്കല്ലേ അല്ലാ, നീ ആക്കല്ലേ അല്ലാ, നീ ആക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസി സുഹൃത്തുക്കളുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ ബിസിനസ്സിലും ജോലിയിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാ, ഒരു പ്രവാസിക്ക് മാത്രം അവസ്ഥ നീ നൽകല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. ധാരാളം പ്രവാസികൾ നമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവര്, എന്നെ സ്നേഹിക്കുന്നവര്, നമ്മളെ മജ്ലിസിനേക്ക് വേണ്ടി സഹകരിക്കുന്നവർ, സഹായിക്കുന്നവരുണ്ട് അല്ലാ. അവരെ കൊയക്കല്ലേ അല്ലാ, അവരെ തളർത്തല്ലേ അല്ലാ, അവരെ കൈകളെ നീ തളർത്തല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ. ഇഖാമ റെഡിയായിട്ടില്ല തങ്ങളെ, തനാസുല മാറി കിട്ടിയിട്ടില്ല തങ്ങളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, അതെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടുമല്ലാ, മൗത്താകുമല്ലാ. ആ സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. ഖബറിടം നീ റാഹത്താക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. അങ്ങനെ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു കവാടം അവരുടെ ഖബറിലേക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ, തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദിയ മജ്ലിസിന്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഇൻഷാ അല്ലാഹ് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. പ്രഗത്ഭന്മാരായ അമീറന്മാരുടെ സാന്നിധ്യത്തിൽ ചരിത്ര പ്രസിദ്ധമായ സിയാറത്ത് ഇടങ്ങൾ, സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുമായി ബന്ധപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, നമ്മുമായി ബന്ധപ്പെടുന്നവരിൽ, നമ്മുടെ കുടുംബത്തിൽ അയൽവാസികളിൽ ഉണ്ടാകും. അവരിലേക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. മജ്ലിസിനെ മറ്റുള്ളവരിലേക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അള്ളാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാഹ്. നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.